ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ കുറെ കഷ്ടപ്പെട്ടെങ്കിലും അവസാനം പാക് ഉദ്യോഗസ്ഥർ തമ്മിലടിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ ഇടപെട്ട പാകിസ്ഥാൻ സ്വയം ഒരു മധ്യസ്ഥനായി ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ പാക് പ്രതിരോധ മന്ത്രി ഇസ്രായേലിനെതിരെയിട്ട സാമൂഹിക മാധ്യമ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് പിന്നിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ നിർബന്ധം മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാനിലെ സൈനിക സിവിൽ ഭരണ നേതൃത്വങ്ങൾക്കിടയിൽ അകൽച്ച വർദ്ധിക്കുന്നതിന്റെ സൂചനയായാണ് ഇതിനെ ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ നോക്കിക്കാണുന്നത്. പാകിസ്ഥാനിൽ ഉരുത്തിരിയുന്ന പുതിയ സംഭവ വികാസങ്ങൾ നിലവിലെ US ഇറാൻ വെടിനിർത്തൽ മധ്യസ്ഥതയിലെ പാകിസ്ഥാന്റെ പങ്കിനെ ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പ്രകോപനപരമായ പോസ്റ്റ് നിഷ്പക്ഷ രാജ്യമെന്ന വിശ്വാസ്യത പാകിസ്ഥാൻ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയേക്കും. സ്വന്തം മന്ത്രിമാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭരണ സംവിധാനമാണ് പാകിസ്ഥാനിലെന്ന് US വിലയിരുത്തിയേക്കാമെന്ന ഭീതി അസിം മുനീറിനുണ്ട്. അതിനാലാണ് പോസ്റ്റ് പെട്ടെന്ന് നീക്കാൻ ഖ്വാജ ആസിഫിന് നിർദ്ദേശം നൽകിയത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആസിഫിന്റെ പരാമർശങ്ങൾ ഇസ്രായേലിൽ നിന്നടക്കം രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായിരുന്നു. ഈ മധ്യസ്ഥത തകർന്നാൽ ഗൾഫിൽ വീണ്ടും ശത്രുതയുണ്ടാകാനും ആഗോള എണ്ണവില വർദ്ധിക്കാനും ഇടയാക്കും. അത് പാകിസ്ഥാന്റെ ഊർജ്ജ സുരക്ഷയെയും ആഭ്യന്തര സുരക്ഷയെയും ബാധിക്കുമെന്നാണ് സൈനിക നേതൃത്വം ഭയക്കുന്നത്. ഊർജ്ജ ദൗർലഭ്യം പണപ്പെരുപ്പത്തിനും അത് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. സാമ്പത്തിക പ്രതിസന്ധി ആഭ്യന്തരമായ അസ്ഥിരതയിലേക്ക് നയിക്കും. ഇത് പടിഞ്ഞാറൻ അതിർത്തിയിൽ പാക് സൈന്യത്തിന് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും. നിലവിൽ ഏറെ അസ്വസ്ഥത നിലനിൽക്കുന്ന ബലൂച്ച്, ഖൈബർ പഖ്തൂൺഖ്വ മേഖലകളിൽ പാക് വിരുദ്ധ സംഘങ്ങൾ കൂടുതൽ കരുത്താർജിക്കുന്നതിന് അത് കാരണമാകും. ഇവർക്ക് ബഹുജന പിന്തുണ വർദ്ധിക്കുന്നത് പാകിസ്ഥാനൊട്ടും ഗുണം ചെയ്യില്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ടെങ്കിലും ആഭ്യന്തര സുരക്ഷയുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വിദേശ നയരൂപീകരണത്തിലും ഭരണകൂടത്തിനേക്കാൾ പാക് സൈന്യത്തിനാണ് നിയന്ത്രണം കൂടുതൽ. ഇത് തെളിയിക്കുന്നതിനാണ് ഖ്വാജ ആസിഫിന്റെ എക്സ്പോസ്റ്റ് പെട്ടെന്ന് നീക്കം ചെയ്ത സംഭവം. US ഇറാൻ ചർച്ചകളടക്കം നിർണായക നയതന്ത്രപരമായ ഇടപാടുകളിൽ പാക് സിവിലിയൻ ഭരണകൂടത്തിന് പരിമിതമായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ സൈനിക നേതൃത്വവും സിവിലിയൻ ഭരണകൂടവും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതായാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം പാകിസ്ഥാനും ഇറാനും സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ ഒരു നീണ്ട ചരിത്രമുണ്ട്. 900 കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങൾ 1947 പാകിസ്ഥാൻ രൂപീകൃതമായത് മുതൽ പരസ്പരം തർക്ക മധ്യസ്ഥതയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 1979 അവസാനിച്ച ഇറാന്റെ രാജവാഴ്ചക്കാലത്ത് അഫ്ഗാനിസ്ഥാനുമായുള്ള തർക്കങ്ങളിൽ ഇറാന്റെ മധ്യസ്ഥയെയും 1965 1971 ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ യുദ്ധങ്ങളിൽ സജീവ പിന്തുണയെയും പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്നു. ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിൽ വന്നത് മുതൽ ഈ അടുപ്പം നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ ഏകദേശം 20% ഇറാനിലെ പ്രബലമായ ഇസ്ലാമായ ഷിയ മുസ്ലിങ്ങളാണ്. അതിനാൽ പാകിസ്ഥാൻ മുസ്ലിങ്ങളും ഇറാനിയൻ ഭരണകൂടവും തമ്മിൽ വളരെ കാലമായി അടുത്ത ബന്ധമുണ്ട്. ഇറാൻ ഈ സമൂഹങ്ങളെ അവരുടെ ഇസ്ലാമിന്റെയും രാഷ്ട്രീയത്തിന്റെയും പതിപ്പ് പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവർ കൃത്യമായ പാത പിന്തുടർന്നു. പാകിസ്ഥാൻ സർക്കാർ അതിനെ അസ്ഥിരപ്പെടുത്തുന്ന ഘടകമായും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായും കണക്കാക്കുന്ന ഒരു പരിധിക്കപ്പുറം പിരിമുറുക്കങ്ങൾ വ്യാപിപ്പിക്കുന്നില്ലെന്നും ഭരണകൂടം ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.